അധികാരമേൽക്കുന്ന യു.ഡി.എഫ് മന്ത്രിസഭയില് മുസ്ലിം ലീഗിന് 5 മന്ത്രിമാര്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കില്ലെന്നും ലീഗിന് അർഹതപ്പെട്ടത് കോൺഗ്രസിന് അറിയാമെന്നും പാണക്കാട് സാദിഖലി തങ്ങള് പറഞ്ഞു. 2 മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന കേരള കോൺഗ്രസിന് 1 ഒതുക്കാനാണ് നീക്കം. അതേസമയം ഒരു എം.എൽ.എ മാത്രമുള്ള കക്ഷികളെ 2.5 വർഷം വീതം മന്ത്രിയാക്കാനും ആലോചനകളുണ്ട്. മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകൾക്ക് സമാന്തരമായിട്ടാണ് മന്ത്രിസഭയിലെ പ്രാതിനിധ്യവും വകുപ്പുകളും സംബന്ധിച്ച ആലോചനകളും സജീവമാവുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ കാലത്തുണ്ടായിരുന്നതുപോലെ ലീഗിന് 5 മന്ത്രിസ്ഥാനങ്ങള് ലഭിക്കും. വ്യവസായം ഉൾപ്പെടെ പ്രധാന വകുപ്പുകളും ലഭിച്ചേക്കും. ഉപമുഖ്യമന്ത്രി പദവി ലഭിക്കുകയാണെങ്കിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയല്ലാതെ മറ്റൊരു പേരില്ല. ഏറനാട് എം.എൽ.എ പി.കെ. ബഷീർ, മണ്ണാർക്കാട് എം.എൽ.എ എൻ ഷംസുദ്ദീൻ, കെ.എം. ഷാജി, ആബിദ് ഹുസൈൻ തങ്ങൾ, മഞ്ഞളാംകുഴി അലി, പാറക്കൽ അബ്ദുല്ല തുടങ്ങിയ പേരുകളാണ് പരിഗണിക്കുന്നത്. കളമശ്ശേരിയിൽ നിന്നുള്ള വി. അബ്ദുൽ ഗഫൂറിനെ പരിഗണിക്കണമെന്ന് ആവശ്യവുമായി എറണാകുളം ജില്ലാ കമ്മിറ്റി രംഗത്തുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് സാദിഖലി തങ്ങളുടെ വാക്കുകള് കോൺഗ്രസിന് ആശ്വാസം പകരുന്നതായി. മത്സരിച്ച 8-ല് 7-ലും വിജയിച്ച കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മികച്ച വകുപ്പ് നൽകി 1-ല് ഒതുക്കാനാണ് കോൺഗ്രസിന്റെ പ്ലാന്. 6 കിട്ടുന്ന മന്ത്രിസ്ഥാനത്തില് ഷിബു ബേബി ജോണ് തന്നെയാകും മന്ത്രി. കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാന് അനൂപ് ജേക്കബിന് മുഴുവന് ടേം നൽകേണ്ടിവന്നാല് CMPയുടെ CP ജോണിനും മാണി സിസ്റ്റർ കാപ്പനും 2.5 വർഷം വീണ്ടും മന്ത്രിസ്ഥാനം നൽകുന്ന കാര്യവും ആലോചനയിലുണ്ട്. കോൺഗ്രസിന്റെ അംഗബലം 60 കടന്നതിനാല് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരെയെങ്കിലും ഉൾപ്പെടുത്താനാണ് ശ്രമം.